ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സംഭവം എന്താ വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണല്ലോ. അപ്പം പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാനൊന്നുമില്ല. കാരണം അറിയാലോ, ഞാൻ ട്രാവലിംഗ് ചെയ്താൽ മാത്രമേ വീഡിയോസ് ഉണ്ടാവുള്ളൂ. ഇപ്പം നാട്ടിലാണ്, പെരുന്നാളൊക്കെ കഴിഞ്ഞ് നാട്ടിലിങ്ങനെ ഇരിക്കുന്നു, പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു വീഡിയോ ചെയ്യാം എൻ്റെ വണ്ടിയെ പറ്റിയിട്ട്. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഷാക്കിർ ബ്രോ വണ്ടിയുടെ റിവ്യൂ ചെയ്യുമെന്നുള്ളത്. വണ്ടിയുടെ റിവ്യൂ ചെയ്യാനുള്ള അത്ര എക്സ്പേർട്ടും ഞാനല്ല. കാരണം അതിൻ്റെ നമ്മുടെ സ്ട്രെല്ലും നമ്മുടെ അരുണൊക്കെ പറയുന്ന പോലെ ടോർക്കും അതൊന്നും പറയാൻ എനിക്കറിയില്ല. എൻ്റെ വണ്ടി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. അപ്പം എന്താ പറയുക, ഇതാണ് എൻ്റെ വണ്ടി. എൻ്റെ കയ്യിൽ ഉള്ള വണ്ടികൾ ഒന്ന് ഈ ഒരു 600 GT ബെനലിയുടെ, പിന്നെ അതുപോലെ നമ്മുടെ ക്ലിക്ക് നിങ്ങൾക്ക് അറിയാലോ. പിന്നെയുള്ളതൊരു നമ്മുടെ സെലേരിയോ ആണ്, മാരുതി സുസുക്കി. ഇത് നമ്മുടെ പണ്ടത്തെ കേരള ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഹിച്ച് ഹൈക്കിങ്ങിൻ്റെ മറ്റേ ഫ്ലെക്സ് ആട്ടോ. മാസി എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടോ. ഇതൊക്കെയാണ് എൻ്റെ വണ്ടികൾ, കണ്ടില്ല. അപ്പം ക്ലിക്കിനെ പറ്റി ഏതായാലും നിങ്ങൾക്ക് റിവ്യൂ തരേണ്ട ആവശ്യമില്ല. കാരണം ക്ലിക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഈ ഒരു അവസ്ഥയിലുള്ള മുഴുവനും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ഇങ്ങനെയുണ്ട് കേട്ടോ വണ്ടി. ടയറൊന്നും അനങ്ങിയിട്ടില്ല, ഒന്നും അനങ്ങിയിട്ടില്ല. 6716 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. അത് ബാക്കി ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തെ എപ്പിസോഡിൽ പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് മെയിനായിട്ട് നമ്മൾ പറയാനുള്ളത് നമ്മുടെ ഈ വണ്ടിയാണ്, ബെനലിയുടെ 600 GT. ഇത് ശരിക്കും ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ 2015 മുതൽ ഞാൻ ബെനലിയുടെ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് പറയാനുള്ളത്, ഇത് ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് വെച്ചാൽ ഇവിടെ കാണാം 4 എക്സോസ്റ്റ് ആണ്. സാധാരണ നിങ്ങൾ വണ്ടിയൊക്കെ ഒരു എക്സോസ്റ്റ് ആണ്, ഒരു സൈലൻസർ ഉള്ളത്. ഇത് 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ 4 സിലിണ്ടർ ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ 4 സിലിണ്ടർ എക്സോസ്റ്റ്. ഈ കാണുന്നത് റേഡിയേറ്റർ കേട്ടോ. കാരണം എൻജിൻ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടുള്ള റേഡിയേറ്ററാണ്. പിന്നെ എന്താ പറയുക, ഇൻലൈൻ എൻജിനാണ്. അപ്പം കുറച്ചും കൂടി നല്ല സൗണ്ട് വരും. പിന്നെ ഫ്രണ്ട് നമുക്ക് 2 ഡബിൾ ഡിസ്ക് ഉണ്ട്. ഇവിടെ 2 ഡബിൾ ഡിസ്ക് ഉണ്ട് ഫ്രണ്ടിൽ. എന്താ പറയുക, ബോഡിയൊക്കെ നല്ല പവർ ബോഡിയാണ്. കാരണം ബെനലി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ബ്രാൻഡാണ്, ഇറ്റലിയുടെ സാധനമാണ്. പക്ഷേ ഇപ്പം ഇത് ചൈന കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ചൈനയിൽ നിന്നാണ് പ്രൊഡക്ഷൻ വരുന്നത്. പക്ഷെ എന്നാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. കാരണം നല്ല ക്വാളിറ്റി, എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെത്. പിന്നെ ഹാർലിയുടെ പോലത്തെ അല്ല, സാധാരണ വണ്ടിയുടെ പോലെ തന്നെ ചെയിനാണ്. ഇതിപ്പം ഞാൻ കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് നല്ല വൃത്തി കേട്ടോ. ചെയിനൊക്കെ അവർ സെറ്റാക്കി തരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ബാക്ക് ഷോക്ക് ഓബ്സർ എന്ന് പറയുന്നത് സിംഗിളാണ്. സാധാ വണ്ടിയുടെ പോലെ ഡബിൾ അല്ല കേട്ടോ, സിംഗിളാണ് ബാക്ക് ഷോക്ക് ഓബ്സർ എന്ന് പറയുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ഒരു ബേസിക് കാര്യങ്ങൾ. പിന്നെ ഇത് 600 cc എഞ്ചിൻ കേട്ടോ. ഇവിടെ കൊടുത്തത് 600 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 600 cc എഞ്ചിനാണ്. ഈ GT എന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ നെയിം, TNT GT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ടൂറർ എന്ന് വെച്ചാൽ ഈ വണ്ടി കമ്പനി ഉണ്ടാക്കിയത് ലോങ് റൈഡിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സെയിം എഞ്ചിനും സെയിം കാര്യങ്ങളും വെച്ചിട്ട് വേറൊരു ഡിസൈനിൽ 600i എന്ന് പറഞ്ഞ വേറെ മോഡലുണ്ട്. അത് 2 എക്സോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് സിംഗിൾ എക്സോസ്റ്റേ ഉള്ളൂ. അത് ഇതിനേക്കാൾ മാസ് സൗണ്ടാണ്. അപ്പം ഇത് നമുക്ക് ലോങ് റൈഡൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവൻ ഈ വണ്ടിയും വെച്ചിട്ടാണോ അതെടുത്തിട്ട് പോയത്? അത് രണ്ടും 2 ടൈപ്പ് കേട്ടോ. എനിക്കിപ്പോൾ 2 ടൂറിങ് വണ്ടിയുണ്ട്, ഒന്ന് ഇതുകൊണ്ട് ഒന്ന് അതുകൊണ്ട്. പിന്നെ വേറെന്താ പറയുക വണ്ടിയുടെ പറ്റിയിട്ട്, ക്രാഷ് കാർഡ് ഇതിന് എക്സ്ട്രാ ഫിറ്റ് ചെയ്താൽ കേട്ടോ, ക്രാഷ് കാർഡ് എന്നുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകതയാണ് ബെനലിയുടെ ചാവികൾ. നിങ്ങൾ ബെനലിയുടെ വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ താക്കോൽ. ഇത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം കേട്ടോ. നമ്മളെ ഈ കീരയിലെ അച്ചുവിൻ്റെ കത്തിയൊക്കെ പോലെ ചിക്ക് തുറന്നിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന് ഓണായി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കണ്ട പോലെ 4 ഇൻഡിക്കേറ്റർ സിസ്റ്റം വരുന്നുണ്ട്. 4 ഇൻഡിക്കേറ്റർ സിസ്റ്റം വരുന്നത് അത് ഇതാണ് ബട്ടൺ കേട്ടോ. ഈ ബട്ടണാണ് 4 ഇൻഡിക്കേറ്റർ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓഫ് ആവും, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും. പിന്നെ ഇതൊക്കെ സാധാരണ ബട്ടൺസാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ, അതുപോലെ ഹോണ്, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെത്. ഈ സൈഡ് ഇഗ്നീഷൻ്റെ ഓൺ ഓഫ് ആണ്. അതുപോലെ ഇത് ഹെഡ്ലൈറ്റിൻ്റെ ആണ്. ഇത് സ്റ്റാർട്ട് എന്ന് പറയുമ്പം അതിൻ്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കേൾപ്പിച്ചില്ല കേട്ടോ. കാരണം അതൊരു അഡാറ് സൗണ്ടാണ്. ഇതാണ് ഈ വണ്ടിയുടെ ഒരു ബേസിക് കാര്യങ്ങൾ. പിന്നെ മൈലേജ്, എനിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? എനിക്കിതിന് ഏകദേശം ഒരു 20-ൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി 20-ൻ്റെ അടുത്ത് എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. കാരണം ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ പറയുക, സാധാരണ ഈ ഹയാബൂസ പോലത്തെ സൂപ്പർ ബൈക്സ് ഒക്കെ ആണെങ്കിൽ അതിന് ഗിയർ ലോക്ക് ഉണ്ട്. ഈവൻ ഹാർലി ഡേവിഡ്സനുണ്ട് ഗിയർ ലോക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്ര കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പാഞ്ഞിരിക്കണം. അതിന് ആവശ്യമില്ല. ഇത് നിങ്ങളൊരു ബിഗിനേഴ്സിന് പറ്റിയ ഒരു സൂപ്പർ ബൈക്കാണ്. കാരണം ഇതിന് വേണം നമുക്ക് ടോപ്പ് ഗിയറിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ വണ്ടി മൂവ് ചെയ്തിട്ട് പോകും. ഒരിക്കലും ഹയാബൂസി മാറണമെന്ന് അങ്ങനെ പറ്റില്ല കേട്ടോ. അതിനൊക്കെ ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്തിട്ട് പോകണം. ഇതിനും എന്തായാലും മിനിമം സ്പീഡ് കീപ്പ് ചെയ്യണം. കാരണം
ഇതിലെ എൻജിൻ ചൂടാവും, എൻജിൻ എന്ന് വെച്ചാൽ ചൂടാവും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചല്ലോ. ഇതിപ്പം ഇതിൻ്റെ ഈ ഇവിടെ കണ്ടോ, ഈ ഒരു സാധനം കണ്ടോ, ഫോക്കസായി. ഈ 75 കണ്ടോ, ഇപ്പം 75 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ എൻജിൻ ചൂടുള്ളത്. അപ്പം നിങ്ങൾ പിന്നെ വണ്ടി മെല്ലെ പോയി കഴിഞ്ഞാൽ സംഭവിക്കും, റേഡിയേറ്ററിൽ എയർ കിടക്കില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താവും, മെല്ലെ കൂടും. ഇപ്പോൾ ഈ 90 ആയി കഴിഞ്ഞാൽ ചെറുങ്ങനെ ചൂട് വരാൻ തുടങ്ങും. 95 ആയി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. 95 ആകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ട്രാഫിക്കിലൊക്കെ പെട്ട് നമ്മൾ ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമതും എടുത്ത് സ്പീഡാക്കിയിട്ട് അടിച്ച് കയറ്റണം. പിന്നെ ടോപ്പ് സ്പീഡ് ഇതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ട് അങ്ങനെ സ്പീഡിൽ അങ്ങനെ പോയിട്ടില്ല, കുറവാണ്. അന്ന് എറണാകുളം സർവീസിന് പോയപ്പോൾ 180 കയറിയിരുന്നു. പിന്നെ ഞാൻ കംപ്ലീറ്റ് ഗിയേഴ്സ് ഉണ്ടാവുക, എൻ്റെ ജാക്കറ്റും ഹെൽമെറ്റും നീ പാഡും എല്ലാം ഇട്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. അല്ലാതെ ഈ വണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ട്, സ്പീഡിൽ ഡ്രൈവ് ചെയ്യാറ് കേട്ടോ. ടൗണിൽ നിന്ന് പോകുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇടാറില്ല, അതുകൊണ്ട് മെല്ലെ പതുക്കെ പോകാറുള്ളൂ. അപ്പം ഇതിന് 600 ആയിക്കൊണ്ട് ഞാൻ ഏകദേശം 209 കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, ഹൈഡ് ചെയ്തിട്ടുള്ളത്. 209ൻ്റെ 150 കയറുന്ന വീഡിയോ, 2 വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, രണ്ടും ഉണ്ട്. പിന്നെ മിനിമം നമുക്ക് മെയിനായിട്ട് നല്ല ടോർക്കാണ്, നല്ല അടിച്ച് കയറാം. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടാൽ തന്നെ നമുക്കൊരു 100-120 വരെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ വില എന്ന് പറയുമ്പം എക്സോറൂം പ്രൈസ് ഏകദേശം 7 സംതിങ് ആണ് വരുന്നത്. നമ്മൾ ഓൺ ദ റോഡ് എന്തായാലും നമുക്കൊരു 8 ലക്ഷം ആ റേഞ്ചിൽ എന്തായാലും വരും കേട്ടോ. പിന്നെ പക്ഷെ ഞാൻ എടുത്തത് ആ റേഞ്ചിനല്ല, ഞാൻ 4നും 5നും ഇടയിലുള്ള ഒരു വിലക്ക് സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. കാരണം ഈ വണ്ടി 2015 ലാസ്റ്റ് മോഡലാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടി, ചെറിയ റേറ്റിന് കിട്ടി. പിന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തത്, കാരണം കർണാടക രജിസ്ട്രേഷനാണ്. കേരളത്തിൽ ഇല്ല, കുറവാണ്. കേരളത്തിലെ വണ്ടികൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്, വായിക്കൊള്ളാത്ത വിലയായിരിക്കും, വമ്പം വിലയായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സൂപ്പർ ബൈക്സ് എടുക്കാനും കുറച്ച് പാടാട്ടോ. പിന്നെ കർണാടക വണ്ടി നമുക്ക് ഒരു വിഷയമല്ല. ബാംഗ്ലൂർ ആണെങ്കിൽ NOCയും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ആധാർ കാർഡ് മാത്രം മതി. ബാംഗ്ലൂർ തന്നെ അഡ്രസ്സിലേക്ക് നിങ്ങൾ വണ്ടി മാറ്റിയിട്ട് കിട്ടും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ വേറെന്താ പറയാ, പിന്നെ അതുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെ ഭയങ്കര റിച്ച് ആണെന്നില്ല. സംഭവം ഞാൻ റിച്ച് ഒന്നുമല്ല. ഇതാണ് എൻ്റെ വീടാണിത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഈ വണ്ടിക്ക് ലോണുണ്ട്, എൻ്റെ അനിയനാണ് നടക്കുന്നത്. ആ വണ്ടിക്ക് ലോണുണ്ട്, അത് കുറച്ചേ ലോണുള്ളൂ, അത് ഞാനാണ് നടക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതം. പിന്നെ ഞാനെങ്ങനെയാണ് ഇത്ര വലിയ വണ്ടിയൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് വിചാരമുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ടിപ്സ് തരട്ടെ. ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്നൊരു ടിപ്സ് ഞാൻ തരാം കേട്ടോ. ഞാൻ ഈ ക്യാമറ എവിടെയെങ്കിലും വെക്കട്ടെ, അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ആ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് കേൾപ്പിച്ചിട്ട് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. ഞാൻ ശരിക്കും ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം അറിയാലോ, ഞാൻ അങ്ങനെ ആപ്പും കാര്യങ്ങളും റിവ്യൂ ചെയ്യാറില്ല, കാരണം അത് ഫേക്ക് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ അവൻ്റെ ആ ഒരു റിവ്യൂ, അവരുടെ ആ ഒരു റിവ്യൂ കണ്ടപ്പം എനിക്കൊരു ചെറിയൊരു ഇത് തോന്നി. ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് സംഭവം ജെന്യുവിനാണ്. കാരണം നമ്മൾ ബ്രോക്കറായിട്ട് നിൽക്കുന്നില്ലല്ലോ. അപ്പം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഷോപ്പ് 101. ഞാൻ സ്ക്രീൻ റെക്കോർഡാണ്, കാരണം ഇതിലിങ്ങനെ കാണിച്ചാൽ ശരിയാവില്ല. ഇതാണ് ഈ ഒരു ആപ്പ്, ഈ ഒരു ഷോപ്പ് 101 ആപ്പില്ലേ, ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള അങ്ങോട്ടേക്ക് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കാണ് ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഡ്രസ്സുകൾ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അത് പാൻറ്, ഷർട്ട്, ബെൽറ്റ് മുതൽ എല്ലാ ഐറ്റംസ് ഉണ്ടാവും. അതിൽ ഇവിടെ ഈ ഒരു സൈഡ് ഉണ്ടാവും ബയർ പേയ്സിൻ്റെ റേറ്റ് ഉണ്ടാവും, മറ്റേ സൈഡ് ഒരു ബ്രാക്കറ്റിൽ മാർജിൻ്റെ 72 ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഒരു ബ്രോക്കർ ആവുകയാണ്. ഈ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾ ഈ വെബ്സൈറ്റിലെ വസ്ത്രങ്ങളും അതുപോലെ പാൻറ്റുകളും മറ്റുമൊക്കെ നിങ്ങൾ ഈ ഷെയർ ബട്ടൺ എടുത്തിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വാട്സപ്പ് വഴി ഷെയർ ചെയ്യുക. അപ്പം എന്നിട്ട് അവർക്ക് വിൽക്കും. അതാണ് നിങ്ങളുടെ പണി. പ്രൊഡക്റ്റ് നിങ്ങളുടെ അല്ല, ഈ വെബ്സൈറ്റിൻ്റെ പ്രൊഡക്റ്റാണ്. ആ വെബ്സൈറ്റിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര % ലാഭം കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഒരു ഷർട്ട്, ഒരു 450 രൂപയുടെ ഷർട്ട്, അതിൻ്റെ മാർജിൻ എനിക്ക് 50 രൂപയാണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, അതെൻ്റെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ അടിച്ച് വിടുന്നത്. എന്നിട്ട് പറയുന്ന ഒരു ഷർട്ടിൻ്റെ സെയിലിന് ഇന്നാണ് റേറ്റ്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയാം. അപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട 450 രൂപക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പറയാം. നമ്മൾ എന്ത് ചെയ്യാം, ആ ഓർഡർ നമ്മൾ ഈ ഒരു ആപ്പിൽ നമ്മൾ കൊടുക്കുക. ഈ വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓർഡർ കൊടുക്കുക, ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് അത് വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സാധനം ഈ ബയ്യർക്ക് അയച്ചു കൊടുക്കും. വേറെ വെച്ചാൽ ഇവിടെ തട്ടിപ്പില്ല എന്ന് പറയാൻ കാരണം, ഒരിക്കലും നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. സാധനം കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ ക്യാഷ് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം, സാധനം നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനുള്ള റോൾ എന്താ, നമ്മളൊരു ബ്രോക്കറാണ്.
നമ്മൾ വെറുതെ വീട്ടിലിരിക്കുക, നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഏതെങ്കിലും പ്രോഡക്റ്റ് എടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് സാധനം എടുക്കുന്നത് ഒരു വലിയ ലക്ഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് ഒരു 1000, 2000, 3000 ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞ ചെറിയൊരു പൈസയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇതല്ലേ, പോക്കറ്റ് മണിയല്ലേ, നിങ്ങൾക്ക് അധികം ചിലവൊന്നുമില്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ. വലിയ തട്ടിപ്പൊന്നും ഇല്ലാത്ത ഒരു ആപ്പ് എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചത് കേട്ടോ. അതല്ലാതെ എല്ലാ ആപ്പും ഞാൻ അങ്ങനെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാറില്ല. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ തട്ടിപ്പൊന്നും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് കച്ചവടം തുടങ്ങിക്കും. ചെറിയ കമ്മീഷനൊക്കെ അടിക്കും. നമുക്ക് ട്രാവലൊക്കെ ചെയ്യണ്ടേ. സൂപ്പർ ബൈക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, അത്ര എമൗണ്ടിൽ സൂപ്പർ ബൈക്സ് ഒന്നും വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ചെറിയ വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കട്ടോ. അപ്പം അടുത്ത് കിട്ടുന്നവരെ നമുക്കിതിൻ്റെ സൗണ്ട് കേൾക്കാം അല്ല. സൗണ്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത കാര്യപരിപാടിയിലേക്ക് തീർക്കാം. കാരണം ഒരു 10 മിനിറ്റിലുള്ള മൊത്തം വീഡിയോ കാര്യം വെറുപ്പിക്കുന്നില്ല. വളരെ സിമ്പിളാണ്. ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്. ഞാനിതിൽ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടില്ല. കമ്പനി തരുന്ന എക്സോസ്റ്റ് കേട്ടോ. സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ ഈ വണ്ടി റവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റ് കൊടുക്കുമ്പം ഇവിടെ മിനിമം ഒരു 70 ആവണം. 70 ആയാൽ മാത്രം അതിൻ്റെ യഥാർത്ഥ സൗണ്ട് വരുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടോ. ഓവർ സൗണ്ട് കൊടുക്കാതെ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ 80 ചൂടൊക്കെ കയറിക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അയൽവാസികളൊക്കെ ചിലപ്പോൾ ഓടി വരും. ഇതാണ് എൻ്റെ വണ്ടിയും ഞാനും. ഓക്കെ, ഇത് ഈ ഒരു ഇതുണ്ട്, ഈ സാധനം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വണ്ടി നാട്ടിൽ ടൗണിൽ നിർത്തിയിട്ട സമയത്ത് ഒരു ബംഗാളി കയറിയിരുന്നു. ഈ സാധനം ഇങ്ങോട്ടേക്ക് വീണു അങ്ങനെ ക്രാഷ് കാർഡ് ഇല്ലായിരുന്നു. അപ്പോൾ അത് പീസ് പൊട്ടിപ്പോയി. ലാസ്റ്റ് അത് സെറ്റാക്കിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താ പറയുക, സിമ്പിളാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഒരു വണ്ടി പരിചയപ്പെടുത്തുക, പിന്നെ എൻ്റെ ആ വണ്ടി പരിചയപ്പെടുത്തുക, ഇത്ര കേട്ടോ കാര്യങ്ങളുള്ളത്. അപ്പോൾ എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. എല്ലാ ടൈം വേസ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞോട്ടോ, കുഴപ്പമില്ല. തെറി പറയാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ അപ്പം നമ്മുടെ ആപ്പ് 101 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഇന്ന് മുതൽ കച്ചവടം തുടങ്ങിക്കോളൂ. ചെറിയ പൈസ ഒക്കെ സമ്പാദിക്കാൻ തുടങ്ങിക്കോളൂ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് കമ്മീഷൻ തന്നാൽ മതി. അപ്പോൾ ശരി ഗൈസ്, എല്ലാവരോടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.